അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് കുറച്ച് പഠിച്ചു പോകും. കാരണം നമ്മളിപ്പോൾ എത്ര പഠിക്കണ്ടെന്ന് വിചാരിച്ചാലും അത്രയും, അതായത് എവിടെ നോക്കിയാലും കേസസ് ആണ്. സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതേ ഒരു സ്ട്രെസ്സാണ് ആക്ച്വലി. സ്ട്രെസ് ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്, ഞാൻ അതിന്റെ ഓപ്പോസിറ്റിൽ കൂടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു വീഡിയോ ഒരു കുട്ടി കാണുമ്പോൾ അവർക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടി വരിക ഗവൺമെന്റിലും പ്രൈവറ്റിലും ഫീസിൽ വരുന്ന വ്യത്യാസമാണ്. ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കാഡമിക് ഫീസ്, മെഡിക്കൽ റിലേറ്റഡ് ബിസിനസ്സസ് എന്ത് വേണമെങ്കിലും നമ്മൾ ഇവരെ അപ്രോച്ച് ചെയ്താൽ ഇവർ നമുക്ക് ഫണ്ട് ചെയ്യും ആൻഡ് നമുക്ക് ഐഡിയാസ് പറഞ്ഞു തരും. ഒരു സ്റ്റാർട്ടപ്പ് മെഡിസിന് ഒരു വേറെ രീതിയിൽ നമുക്ക് കാണിച്ചു തരികയാണ്. 10 വർഷം കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആരും വന്നിട്ട് നീ MBBS എവിടെ പഠിച്ചത്, നിനക്ക് എത്ര ഡിഗ്രി ഉണ്ട്, ഇതൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. ഷോസ് നടക്കാറുണ്ട്. കഴിഞ്ഞ കൊല്ലം ബെന്നി ഡയർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആസ് എ ഹോൾ എടുക്കുകയാണെങ്കിൽ അഡ്വൈസർ, ഫെജോ, തിരുമായി. ഹേ ഗായ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇൻസൈറ്റ് സീരീസിന്റെ 2ാമത്തെ എപ്പിസോഡിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കോമൺ ആയിട്ട് വരാറുള്ള ഒരു എൻക്വയറിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് നീറ്റൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ മെസ്സേജിനെ കുറിച്ചാണ്. അതായത് ഞങ്ങൾ MBBS എടുക്കണമെന്ന് വളരെ പാഷനേറ്റ് ആയിട്ട് ആഗ്രഹിച്ച് പഠിച്ചവരാണ്. പക്ഷേ എൻട്രൻസ് എക്സാമിന് വന്ന ചില കെയർലെസ് മിസ്റ്റേക്ക് കാരണം ഇന്നത്തെ ഡേ ഞങ്ങളുടെ നന്നാവാത്ത കാരണം ഞങ്ങൾ റാങ്ക് കുറച്ച് ബാക്കിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഓപ്റ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താണ്? അക്കാഡമിക്സ് ആവട്ടെ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആവട്ടെ, ഇതിലൊക്കെ എന്താണ് ഡിഫറൻസ് വരുന്നത്? അപ്പം ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആയിട്ടുള്ള റീനത്താണ്. അപ്പോൾ റീനത്തിൻ്റെ എക്സ്പീരിയൻസും കൂടി നമുക്ക് കേൾക്കാം. സോ ഹായ് റീനത്ത്, വെൽക്കം ടു ദിസ് സീരീസ്. താങ്ക് യു ആൻഡ് ഹായ്. സോ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ ഞാൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇന്ന് എല്ലാവരുടെയും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഞങ്ങൾക്കും കുറേ എക്സ്പീരിയൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ബേസിക്കലി ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും നടക്കുമ്പോൾ MBBS ഇപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക്സ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. സ്റ്റുഡൻസിന് മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഇതാണ്. അക്കാഡമിക്സ് എങ്ങനെയാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും എന്തെങ്കിലും കാര്യമായിട്ട് വ്യത്യാസം വരുന്നുണ്ടോ, ഇതൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അക്കാഡമിക്സ് തന്നെ നോക്കാം. സോ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനീഷ്യലി MBBS ഗവൺമെന്റ് ചെയ്തിട്ട് ഇപ്പോൾ പ്രൈവറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ശരിക്കുള്ള ഡിഫറൻസ് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രൈവറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സും അതേപോലെ പ്രോട്ടോകോൾ ബേസ്ഡ് മാനേജ്മെന്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഗവൺമെന്റ് സെറ്റപ്പിൽ നമ്മളൊരു ലോ റിസോഴ്സ് സെറ്റപ്പിൽ, പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നമ്മളൊരു ലോ റിസോഴ്സ് സെറ്റപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പേഷ്യൻ്റ് ടു ബെഡ് റേഷ്യോ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ ആ റിസോഴ്സ് കാരണം നമ്മുടെ മാനേജ്മെന്റ് പലപ്പോഴും ലിമിറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ പ്രൈവറ്റിൽ പക്ഷേ അങ്ങനെയല്ല. നമ്മൾ പ്രൈവറ്റിൽ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ഏറ്റവും ബെസ്റ്റ് പ്രോട്ടോക്കോളിലൂടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി നമുക്കവിടെ കാണാൻ പറ്റും. യെസ്, അതൊരു കാര്യമാണ്. പക്ഷേ ഗവൺമെന്റിൽ എക്സ്പോഷർ കൂടുതലാണ്. അപ്പോൾ നമ്പർ ഓഫ് പേഷ്യൻസ് വരുന്നതായാലും പല പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കേസസ് അവിടെ കാണാനും ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനാണെങ്കിലും ഒരു PG, ഒരു ഹൗസ് സർജനാണെങ്കിലും ഒരുപാട് എക്സ്പോഷർ കിട്ടും. ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രൈവറ്റ് കോളേജസിലും ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആണ്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു UG, ഇപ്പം ഞാൻ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എൻ്റെ പഠിക്കുന്ന സബ്ജക്ട്സിനോട് എനിക്ക് പഠിക്കുന്ന എക്സാം കേസസ് കൃത്യമായി കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പേഷ്യന്റിൽ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം നമുക്ക് ഒരു പേഷ്യന്റ് കഴിഞ്ഞാൽ അടുത്ത പേഷ്യന്റിലോട്ട് റഷ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആ ഒരു കേസിനെ വിത്ത് പ്രൊഫസേഴ്സിന്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. സോ തിയറി നമുക്ക് കുറച്ചും കൂടെ ഒരു ബേസ് സ്ട്രോങ് ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇപ്പം ഇതേപോലെ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പം ഇങ്ങനെ പറയാം, വേണമെങ്കിൽ ഗവൺമെന്റിൽ നമ്മൾ ഒരുപാട് കേസ് ലോഡ് കാരണം നമ്മളുടെ ഒരു ക്ലിനിക്കൽ സ്കില്ലും പ്രാക്ടിക്കൽ ബേസ്ഡ് നോളജും, കാരണം നമ്മൾ കുറേ സിറ്റുവേഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു കേസിന്റെ തന്നെ പല വേരിയേഷൻസ് നമ്മൾ കാണും. അപ്പോൾ ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് ക്ലിനിക്കൽ നോളജ് നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ പലപ്പോഴും ഗവൺമെന്റിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയററ്റിക്കൽ ബാക്കപ്പ് കുറച്ച് കുറവ് കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം നീറ്റ് PGന്റെ ഇത് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഗവൺമെന്റ് സെറ്റപ്പിൽ ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പോലത്തെ ഒരു കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് പ്രൈവറ്റ് മെഡിക്കൽ സെക്ടറിൽ നിന്ന് വരുന്നതും ഗവൺമെന്റിൽ നിന്ന് വരുന്നത് ഈക്വൽ ആണ്. പലപ്പോഴും അത് പ്രൈവറ്റിൽ നിന്ന് വരുന്നത് കൂടാറുണ്ട്. സോ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും കണ്ടിട്ടുള്ള അവരുടെ തിയററ്റിക്കൽ നോളജ് ഭയങ്കര അടിപൊളിയാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് നീറ്റ് PGയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ക്രാക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. സോ നമ്മൾ പക്ഷേ എന്താ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ക്ലിയർ കട്ടായിട്ട് സ്റ്റേറ്റ്മെന്റ്സ് പറയില്ല. എന്താ വെച്ചാൽ ഗവൺമെന്റ് പഠിച്ചാൽ പ്രാക്ടിക്കൽ സ്കിൽസ് കൂടും, പ്രൈവറ്റ് പഠിച്ച തിയററ്റിക്കൽ സ്കിൽസ് കൂടും, അങ്ങനെയല്ല. ഇതിനൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് പ്രൈവറ്റ് പഠിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ക്ലിനിക്കൽ സ്കിൽസ് ഉള്ള ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. എന്റെ നേരെ ഓപ്പോസിറ്റും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങളുടെ അക്കാഡമിക്സും കരിക്കുലം ഒക്കെ ബേസിക്കലി എങ്ങനെയാണ് റൺ ചെയ്യുന്നത്? ഓക്കെ, അക്കാഡമിക്സ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബാച്ചിൽ 145 to 150 സീറ്റ്സ് ആണ് ഉള്ളത്. സോ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് ഇയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 സബ്ജക്ട്സ്, അനാറ്റമി, ഫിസിയോളജി, ബയോകെം. അതിലിപ്പോൾ അനാറ്റമി ആണെങ്കിൽ ഇപ്പോൾ ഒരു ബേസ് ആണല്ലോ നമ്മുടെ, അനാറ്റമി എന്നാണ് പിന്നെ അങ്ങോട്ടേക്കെല്ലാം പോകുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് ഡിസെക്ഷൻ ഹോൾ ആയിരുന്നു അതിലെ മെയിൻ. സോ ഞങ്ങളെ ഒരു 5-6 ഗ്രൂപ്പ്സ് ആയി ഡിവൈഡ് ചെയ്യും. ആൻഡ്
ഒരു ഗ്രൂപ്പിൽ ഒരു 15 to 20 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അതിന് ഓരോ പ്രൊഫസേഴ്സിന് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഒരു കൂടുതൽ ഫോക്കസ് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിൽ തന്നെ എഗെയിൻ ഡിവൈഡ് ചെയ്യും. ആൻഡ് ഒരു ഫസ്റ്റ് ഹാഫിന് ലെക്ചർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സെയിം ടൈം സെക്കൻഡ് ഹാഫിനെ ഡിസെക്ഷൻ ഹാളിൽ കൊണ്ടുപോകും. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 10 സ്റ്റുഡൻസ് ആണെങ്കിൽ ആ 10 സ്റ്റുഡൻസിൽ ഫുൾ ഫോക്കസ് കൊടുത്ത് ബേസ് നല്ല തറവാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നല്ല ഇൻഡിവിജ്വൽ ബേസ്ഡ് അറ്റൻഷൻ കിട്ടും. അതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതേ സാധനം നമ്മളിപ്പോൾ 250 സ്റ്റുഡൻസ് ആയതുകൊണ്ട് ആ ഒരു കാര്യം നല്ല കുറവുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മളോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് കുറച്ച് പഠിച്ചു പോകും. നമ്മളിപ്പോൾ എത്ര പഠിക്കേണ്ടെന്ന് വിചാരിച്ചാലും അത്രയും എവിടെ നോക്കിയാലും കേസസ് ആണ്. അപ്പൊ നമ്മൾ അറിയാണ്ട് കുറച്ച് പഠിച്ചു. അപ്പം ആ ഒരു രീതിയിലാണ് നമുക്ക് മെയിൻലി ഡിഫറൻസസ് വരുന്നത്. സോ കേസ് എക്സ്പോഷറിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കാലിക്കറ്റ് CMSനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെലിവറി നടക്കുന്ന ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ലോകത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബെഡഡ് ഹോസ്പിറ്റൽസിൽ ടോപ്പ് കോളേജസിൽ വരുന്നൊരു കോളേജാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ സ്റ്റുഡൻസിന് മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യം അതായിരിക്കും കേസ് എക്സ്പോഷർ ഇപ്പോൾ എങ്ങനെയാണ്. ഓക്കെ, കേസ് എക്സ്പോഷറെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ പഠിക്കുമ്പോൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, ഇവിടെ നമുക്കൊരു ഡെയിലി ബേസിസിൽ 1400 OPs വരുന്നുണ്ട്. അത് ആക്ച്വലി റീസെന്റ് ആണ്, ഒരു 2022 വരെയൊക്കെ നമുക്കൊരു 800 OPs ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ റീസെന്റ് ആണ് ഈ ഒരു 1400 കൗണ്ടിലോട്ട് എത്താൻ പറ്റിയത്. നമ്മളിവിടെ ഒരുപാട് ഇൻഷുറൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഈ വയനാട് ഒരു റിമോട്ട് പ്ലേസ് ആയതുകൊണ്ട് ആക്ച്വലി ഇവിടെ വരുന്ന കേസസ് കുറവാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കേസ് എക്സ്പോഷർ നല്ലൊരു എമൗണ്ട് തന്നെയാണ്. ആൻഡ് OT ആണെങ്കിലും ഒരു മന്തിൽ നമ്മൾ 800 OTs ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. സോ അതൊരു നല്ലൊരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. സോ ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ വരുന്ന പേഷ്യൻസിന് ആക്ച്വലി അവർക്ക് കയ്യിൽ നിന്ന് പൈസ പോവോ അതോ? ഇല്ല, ഒരുപാട് ഇൻഷുറൻസ് ഉണ്ട് ഇവിടെ. പ്രൈവറ്റ് ഇൻഷുറൻസും ഗവൺമെന്റ് ഇൻഷുറൻസും അവൈലബിൾ ആണ്. അതിൽ തന്നെ ഗവൺമെന്റ് ഇൻഷുറൻസ് ആണെങ്കിൽ ഫുള്ളി കവേർഡ് ആയി പോകും. പക്ഷേ ഗവൺമെന്റിൽ നമുക്ക് ലാപ്പ് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും അഡിക്വേറ്റ് നമ്പർ ഓഫ് കേസസ് ഗവൺമെന്റ് പോലെ തന്നെ ആ ഒരു ഇതിൽ തന്നെ സർവീസിൽ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അത്യാവശ്യം നല്ല കേസ് എക്സ്പോഷർ എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ആരും കാണാത്ത കുറച്ച് കേസുകൾ കാണുന്നുണ്ടാവും. അതെ, KFD അതൊക്കെ ഈ വയനാട് ആയതുകൊണ്ട് അങ്ങനത്തെ കേസസ് ഒക്കെ നമുക്ക് കിട്ടും. അതാണ്, നമ്പർ ഓഫ് കേസസ് ഒരുപാടില്ലെങ്കിലും എല്ലാ കേസ് തന്നെ നമുക്ക് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. സോ റീനത്ത് ഇപ്പം ഫൈനൽ ഇയർ അല്ലേ? ഫൈനൽ ഇയർ ആയിട്ട് അതിന്റെ സ്ട്രെസ് ഒക്കെ ഉണ്ടോ? സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതേ ഒരു സ്ട്രെസ്സാണ് ആക്ച്വലി. സ്ട്രെസ് ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റിൽ കൂടെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ആക്ച്വലി യെസ്, ഇത്ര കാലം പഠിച്ച പോലെയല്ല, ഫൈനൽ ഇയർ എത്തിയപ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സബ്ജക്റ്റ് വാസ്റ്റ് ആണ്. ആൻഡ് പോരാത്തതിന് ഇപ്പോൾ ഞങ്ങൾക്ക് ENT ആൻഡ് ഒഫ്താലും കൂടെ ഇപ്പോൾ ഫൈനൽ ഇയറിൽ എടുത്തിട്ടുണ്ട്. സോ യെസ്, സ്ട്രെസ്ഫുൾ ആണ്. പക്ഷെ ആകെയുള്ളൊരു സമാധാനം അതിനിടയിൽ കൂടെ കോളേജിൽ ഇങ്ങനെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും. സോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എങ്ങനെ പ്രോ ഷോസ് ഒക്കെ നടക്കാറുണ്ടോ അവിടെ? പ്രോ ഷോസ് ഒക്കെ നടക്കാറുണ്ട് ഇവിടെ. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് തന്നെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഓഡിയൻസിന്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജസിലേക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ചോദ്യം. ആർട്സും സ്പോർട്സ് ഒക്കെ നടക്കുന്നുണ്ടോ? ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരല്ലേ? അതായിരിക്കും ഫസ്റ്റ് ഉണ്ടാകുന്ന ഡൗട്ട്. സോ അതിനുള്ള ആൻസർ ആക്ച്വലി ഒരാൾ മെഡിക്കൽ കോളേജസിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ആൻസർ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെന്നുണ്ടെങ്കിലും അടിപൊളി പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കാലിക്കറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോ ഷോസിനൊക്കെ അടിപൊളി ഒരുപാട് ബാൻഡുകളും കാര്യം വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സ്പോർട്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജില്ലാ ലീഗിൽ A ഡിവിഷനിൽ ഫറൂഖ് കോളേജിന്റെ ഗുരുവായൂരപ്പൻ കോളേജിന്റെ കൂടെ നമ്മൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കളിക്കുന്നുണ്ട്. അപ്പം അത്രയും അടിപൊളിയായിട്ട് ആർട്സും സ്പോർട്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ? ഇവിടെ പ്രോ ഷോസ് ഒക്കെ നടന്നിട്ടുണ്ടോ? ഇവിടെയും ആർട്സും സ്പോർട്സ് ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. ആൻഡ് പ്രോ ഷോസ് നടക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ബെന്നി ഡയാൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ലൈക്ക് ആസ് എ ഹോൾ എടുക്കുകയാണെങ്കിൽ തഡ്വൈസർ, ഫെജോ, തിരുമാലി, അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. സോ സ്റ്റഡീസിന് കൂടെ തന്നെ ബാക്കി ആക്ടിവിറ്റീസും കൊണ്ടുപോകാൻ അങ്ങനെ ഫുൾ ടൈം പഠിക്കൽ മാത്രമല്ല. ഞങ്ങൾ പോയിരുന്നു, ഇന്റർമീഡിയറ്റിന് പോയിരുന്നു. ആൻഡ് പ്രൈവറ്റിൽ ഞങ്ങൾ ടോപ്പായിരുന്നു. ആൻഡ് ഓവറോൾ നോക്കുമ്പോൾ ഒരു ഫസ്റ്റ് 10th ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മളൊരു സോണാണല്ലോ ബേസിക്കലി, നമ്മൾ രണ്ടുപേരും ഡി സോൺ ആണ്. അപ്പൊ ഡി സോണിൽ ഞങ്ങൾക്ക് എപ്പോ സ്പോർട്സിന്റെ കാര്യം, എനിക്ക് കുറച്ച് കൂടുതൽ സ്പോർട്സിന്റെ കാര്യം അറിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം സ്പോർട്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡി സോണിൽ ഇപ്പോൾ നമുക്ക് എപ്പോഴും മെയിൻ റൈവൽസ് വരുന്ന ഒന്ന് വിംസ് ആണ്, ഒന്ന് MMC ആണ്, MES ആണ്. ഇതെല്ലാം പ്രൈവറ്റ് കോളേജസ് ആണ്. പിന്നെ യൂണിവേഴ്സിറ്റി ടീം നോക്കുകയാണെങ്കിൽ ഏത് സ്പോർട്സിന്റെ യൂണിവേഴ്സിറ്റി ടീം നോക്കുകയാണെങ്കിൽ എപ്പോഴും പ്രൈവറ്റ് കോളേജിൽ നിന്ന് നല്ല നമ്പർ ഓഫ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. സോ ഇപ്പം ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആയല്ലോ, 4 വർഷമായി മൂപ്പൻസിൽ പഠിക്കുന്നത്. അപ്പൊ മൂപ്പൻസ് സെലക്ട് ചെയ്തുകൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും ഒരു ഫെസിലിറ്റി കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് കേരളത്തിലെ വേറൊരു മെഡിക്കൽ കോളേജിൽ കിട്ടാത്ത ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസ്? യെസ്, അങ്ങനെ ബാക്കി കോളേജസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു 2-3 years ആയിട്ട് നടക്കുന്നുണ്ട്. ദാറ്റ്സ് ലൈക്ക് മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഒരാൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ ഇവരെ അപ്രോച്ച് ചെയ്താൽ ഗവൺമെന്റ് ഫണ്ട് കൊടുക്കും. ബട്ട് നമ്മൾ അത് അപ്രൂവ് ചെയ്യണം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ഇപ്പൊ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുക,
അല്ലെങ്കിൽ ഒരുപാടുണ്ടല്ലോ ബിസിനസ്, മെഡിക്കൽ റിലേറ്റഡ് ബിസിനസ്സസ് എന്ത് വേണമെങ്കിലും നമ്മൾ ഇവരെ അപ്രോച്ച് ചെയ്താൽ ഇവർ നമുക്ക് ഫണ്ട് ചെയ്യും ആൻഡ് നമുക്ക് ഐഡിയാസ് പറഞ്ഞു തരും. ഒരു സ്റ്റാർട്ടപ്പ് മെഡിസിന് ഒരു വേറെ രീതിയിൽ നമുക്ക് കാണിച്ചു തരികയാണ് അവർ. നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും ഫണ്ടിങ് ഒക്കെ കുറെ അവർ പ്രൊവൈഡ് ചെയ്യും. MBBS എടുത്ത ഒരു ഡോക്ടർ മാത്രമല്ല, അതിന് ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെന്ന് നമ്മളെ ഒന്ന് അറിയിച്ചു തരികയാണ്. അത് ആക്ച്വലി വളരെ റെയർ. എല്ലാവരും ഒന്നില്ലെങ്കിൽ MBBS PG അങ്ങനെ ഒരു ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അതല്ലാതെ വേറെയും ഉണ്ടെന്ന് ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല, ബയോ പ്രിന്റിങ്, ലൈക്ക് നമ്മൾ ഈ സെൽസും ടിഷ്യൂസ് ഒക്കെ ബയോ ഇങ്ക് ദാറ്റ് സെൽസ് ആൻഡ് ടിഷ്യൂസ് യൂസ് ചെയ്ത് നമ്മൾ ഓർഗൻസ് എല്ലാം പ്രിന്റ് ചെയ്തെടുക്കും. അതിന് ഒരു മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആയ ഒരു 40 lakhs സംതിങ് അതിന് വേണ്ടി മാത്രം ഈ കോളേജ് ഇൻവെസ്റ്റ് ചെയ്ത് ഔട്ട് ഓഫ് ദി ബ്ലൂ നിങ്ങൾ ഓർഗൻ ഉണ്ടാക്കും. യെസ് നമുക്ക് ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഇങ്ങനെ കാണാം ആ മെഷീനിൽ അതിങ്ങനെ പ്രിന്റ് ആയി വരുന്നത്. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, ഇതെങ്ങനെയാ നമ്മൾ ഉള്ളിൽ പഠിച്ച സാധനം പുറത്ത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സോ അതിനെ പറ്റിയിട്ട് ഇവിടെ അതിന്റെ വർക്ക്ഷോപ്സ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇങ്ങനെ ബയോ പ്രിന്റിംഗ് ഒക്കെ കേരളത്തിൽ നടക്കുന്നത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഓക്കെ, CMC എന്തൊക്കെയാ ലൈക്ക് ഇതുപോലെ യുണീക്ക് ആയിട്ട് അവിടുത്തെ ഒരു സ്റ്റുഡന്റ് പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് ഇത് കിട്ടി എന്ന് പറയാൻ പോലെ? അവിടുന്ന് കിട്ടിയെന്നപ്പോ അവിടുന്ന് പഠിച്ചിറങ്ങിയതുകൊണ്ട് എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത് അവിടുത്തെ കേസ് ലോഡ് കാരണം അഡ്വാൻറ്റേജ് തന്നെയാണ്. അതായത് അവിടുത്തെ ആ തിരക്ക് കാരണം എവിടെ കൊണ്ടുപോയിട്ടാലും നമ്മൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം അത്രയ്ക്ക് സാധനങ്ങൾ നമ്മൾ അറിയാണ്ട് നമ്മൾ ഉള്ളിലോട്ട് ഇമ്പൈബ് ആയി പോകും. പിന്നെ കോളേജ് ലൈഫിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ CMC ഇലക്ഷൻ അതൊരു വല്ലാത്തൊരു വികാരമാണ്. പാർട്ടിയും ഇതൊക്കെ ആയിട്ട്, അതായത് നിങ്ങൾക്ക് എല്ലാം നോർമലി നടക്കുന്ന ഇലക്ഷൻ പോലെ കലാശക്കൊട്ടും എല്ലാം ഉണ്ടാവും. പാർട്ടീസ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അത് മൊത്തം UGs PGs എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ഇലക്ഷൻ ഏകദേശം 2000 പേര് പോൾ ചെയ്യും. അപ്പൊ 2000 പേര് പോൾ, അപ്പൊ നമുക്ക് ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോളേജിൽ മൊത്തം ഒരു ആഘോഷമാണ്. ക്യാമ്പയിനിങ്ങും കാര്യങ്ങളും, അതായത് പാർട്ടിയും കാൻഡിഡേറ്റ്സും അതിന്റെ കുറെ ബോർഡ്സും കുറെ മാലകളും. അപ്പൊ ഇലക്ഷന്റെ സമയത്ത് കോളേജിലോട്ട് കയറുക എന്ന് പറഞ്ഞ ഒരു ഉത്സവത്തിന്റെ പോലെയാണ്. അപ്പൊ അത് ഭയങ്കര, പ്രത്യേകിച്ച് ഇപ്പൊ എന്താ പറയുക, ഹയർ സെക്കൻഡറി സമയത്തൊന്നും ഇലക്ഷനിലും പൊളിറ്റിക്സിലും അധികം ഇൻവോൾവ് ആവാണ്ട് വന്ന ഒരാൾ എന്നുള്ളതൊക്കെ എനിക്കൊക്കെ അത് ഭയങ്കര അടിപൊളി സംഭവമായിരുന്നു. സോ ഇങ്ങനെ ഒരു വീഡിയോ ഒരു കുട്ടി കാണുമ്പോൾ അവർക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടി വരിക ഗവൺമെന്റിലും പ്രൈവറ്റിലും ഫീസിൽ വരുന്ന വ്യത്യാസമാണ്. ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കാഡമിക് ഫീസ് ഇയർലി വരുന്നത് ഞങ്ങൾക്ക് 25,000 ആണ് ഇയർലി അക്കാഡമിക് ഫീസ് വരുന്നത്. അപ്പൊ പ്രൈവറ്റിൽ എത്രയാണ് ഫീസ് വരുന്നത്? ഓക്കെ, അപ്പൊ ഈ ഫീസിന്റെ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഗവൺമെന്റും പ്രൈവറ്റും അതിലാണ് വല്ലാത്തൊരു ഡിഫറൻസിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പ്രൈവറ്റ് കോളേജസിൽ പല കോളേജസിലും പല ഫീസാണ്. ഇപ്പൊ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ട്യൂഷൻ ഫീ ഒരു 7,24,000 ആ റേഞ്ചിലാണ് ലൈക് പെർ ഇയർ. ആൻഡ് NRI സീറ്റ്സിനൊക്കെ വേറെ ഫീസാണ്. ഒരു മെറിറ്റ് മാനേജ്മെന്റ് സീറ്റിൽ വരുന്ന ഫീസ് 7 lakh ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്റ്റലും മെസ്സൊക്കെ നല്ല അടിപൊളി മെസ്സായിരിക്കും അല്ലെ? അതാണ് ആക്ച്വലി ഞങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നല്ലതാണ്. ഫുഡും ആക്ച്വലി ബാക്കി കോളേജസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ഫുഡ് മെനു ഒക്കെ ഉണ്ട്. ആൻഡ് ഇപ്പൊ ഒരു റൂമിൽ 3 പേരുള്ള 2 റൂംസ് ഷെയറിങ് അങ്ങനെയാണ് പോകുന്നത്. നല്ല ഫെസിലിറ്റീസ് ഒക്കെ നല്ലതാണ്. അപ്പൊ ആക്ച്വലി ഇപ്പോ പല ആൾക്കാർക്കും സീറ്റ്സ് ചിലപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ളവരുണ്ടാവാം, പക്ഷെ എന്നാലൊരു ഡൗട്ടാണ്, ഇത് വേണോ വേണ്ടേ? അപ്പൊ ഇത്ര നേരത്തെ നമ്മുടെ ഒരു കോൺവെർസേഷന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അതായത് ബേസിക്കലി അവർ MBBSന് ശരിക്കും പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഇത് എടുക്കണം. അവർക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് എടുക്കണം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എൻട്രൻസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബയോളജിന്റെ കൂടെ ഫിസിക്സും കെമിസ്ട്രിയും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് നോക്കുന്നുണ്ട്. അതായത് ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി ഈക്വൽ ടു ബയോളജി, അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ MBBSന് കയറി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബേസിക്കലി നമ്മുടെ ഒരു പാറ്റേൺ ഓഫ് സ്റ്റഡി ബയോളജി ബേസ്ഡ് സ്റ്റഡിയാണ്. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻട്രൻസിന് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു ഫിസിക്സിനും കെമിസ്ട്രി ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ MBBSന് കയറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത്ര പെർഫോം പറ്റില്ല. കാരണം എന്റെ ടൈപ്പ് ഓഫ് ലേണിംഗ് അല്ല ബയോളജി. അപ്പൊ ഇതിന്റെ നേരെ മറ്റേ വേർഷനും ഉണ്ടാവും, മറ്റേ എക്സ്ട്രീമും ഉണ്ടാവും. ലൈക്ക് ചിലർക്ക് ബയോളജിയിൽ അവർ എക്സ്ട്രീംലി പാഷനേറ്റ് ആയിരിക്കും, അവർക്ക് നന്നായിട്ട് ബയോളജി പഠിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഫിസിക്സിലും കെമിസ്ട്രിയിലും 1-2 ചോദ്യം തെറ്റിയതുകൊണ്ട് അവർക്ക് എൻട്രൻസ് അന്ന് അത്ര പെർഫോം ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അപ്പൊ അവര് MBBS എടുത്തു കഴിഞ്ഞാൽ അവർ യൂസ് പിന്നെ 90% പഠിക്കുന്ന ബയോളജിയിലാണ്. അപ്പൊ അങ്ങനത്തെ കുട്ടികൾ എന്തായാലും നന്നായിട്ട് എക്സൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം ഒരു നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റി. യെസ്, അപ്പോ നിങ്ങൾ പ്രൈവറ്റിലും ഗവൺമെന്റിലും പഠിച്ച ആളാണല്ലോ. സോ എന്താണ് എല്ലാവരോടും പറയാനുള്ളത് ഒരു ടേക്ക് ഹോം മെസ്സേജ് പോലെ? എന്ന് വെച്ചാല് നമുക്കിപ്പം ഗവൺമെന്റ് ആണോ പ്രൈവറ്റ് ആണോ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൺ വേർഡ് ആൻസർ അല്ല. ഇപ്പോൾ ഗവൺമെന്റിനും പ്രൈവറ്റിനും അതിന്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഫെസിലിറ്റീസും എപ്പോഴും പ്രൈവറ്റിലായിരിക്കും ബെറ്റർ. പക്ഷെ നമുക്ക് കേസ് എക്സ്പോഷർ കൂടുതൽ കിട്ടുക ഗവൺമെന്റിലാണ്. അപ്പം ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു സീനിയർ ഉണ്ട്, പുള്ളിക്കാരൻ MBBS ചെയ്തത് അബ്രോഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്തത് ഏത് നോർത്ത് നടന്നാണ് ഡിഗ്രി ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓർത്തോപെഡിക്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാട്ടിൽ നിന്ന് MBBS നല്ല ഗവൺമെന്റ് കോളേജസിൽ നിന്ന് MBBSും
PG എല്ലാം കഴിഞ്ഞ ആളെക്കാളും കൂടുതൽ പ്രാക്ടീസും കേസസും കൂടുതൽ ചെയ്യുന്നത് ഞാൻ കാണുന്ന എന്റെ ഈ സീനിയർ ആണ്. അപ്പൊ ദ എൻഡ് ഓഫ് ദി ഡേ വാട്ട് മാറ്റേഴ്സ് ഈസ് നമ്മൾ ഇതിൽ എത്ര പാഷനേറ്റ് ആണ്, നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട്, നമ്മൾ എത്രത്തോളം നന്നായിട്ട് പേഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ് അവസാനം മാറ്റർ ചെയ്യുക. നമുക്ക് അതിനോടുള്ള ആഗ്രഹം എത്രയാന്നുള്ളത്. അതല്ലാണ്ട് നമ്മൾ 10 വർഷം കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആരും വന്നിട്ട് നീ MBBS എവിടെയാ പഠിച്ചത്, നിനക്ക് എത്ര ഡിഗ്രി ഉണ്ട്, ഇതൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. നമ്മൾ എത്ര പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ പേഷ്യനോട് എത്ര അടിപൊളിയായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ദി ബെറ്റർ ഡോക്ടർ വിൽ ബിക്കം. അപ്പൊ അതാണ് ശരിക്കും ഇതിന്റെ ഒരു ക്രൈറ്റീരിയ. അല്ലാണ്ട് നമ്മൾ എവിടെ പഠിച്ചു എന്നുള്ള ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കാലം കഴിഞ്ഞാൽ അത് ആരും ഓർക്കൂല. ഒബ്വിയസ്ലി ദി ബെറ്റർ ഡിഗ്രീസ് യു ഹാവ് യു വിൽ ബിക്കം എ ബെറ്റർ ക്ലിനീഷ്യൻ. യെസ്, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന റിസോഴ്സ് ലിമിറ്റഡ് ആണെങ്കിലും ഒരുപാടുണ്ടെങ്കിലും അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യേണ്ടത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സോ ഒരാളെ എത്രമാത്രം എക്സൽ ചെയ്യണമെന്നും അതിൽ തന്നെ എത്രമാത്രം മോശമാവണമെന്നും നമ്മളെ കൊണ്ട് നമ്മൾ ഇതിൽ ഡിസൈഡ് എത്ര എഫേർട്ട് ഇടുന്നുണ്ട്, എത്ര പാഷനേറ്റ് ആണെന്നുള്ളതാണ് അതില് ഫൈനലി മാറ്റർ ചെയ്യാൻ പോകുന്നത്. യെസ്. സോ നമ്മൾ ഈ വീഡിയോന്റെ ബേസിക്കലി ഉദ്ദേശിച്ചത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഗവൺമെന്റിലെയും പ്രൈവറ്റിലെയും MBBSന്റെ പ്ലസും മൈനസും വരുന്ന കുട്ടികൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഗവൺമെന്റിൽ പഠിച്ച ഒരാളും പ്രൈവറ്റിൽ പഠിച്ച ഒരാളും നമുക്ക് പറ്റാവുന്ന എക്സ്പീരിയൻസസും അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു റീനത്ത് ഫോർ ജോയിനിങ് മീ. ഇറ്റ് വാസ് ഗ്രേറ്റ് ടു ഡിസ്കസ് വിത്ത് യു. Thank you for having me today, and yeah, it was fun. Okay guys, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. Till then, bye.